ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് GDSSൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിൽ വാട്ട് ആർ ദി കോമ്പണൻസ് ആൻഡ് ടെക്നിക്സ് ഓഫ് GDSS എന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് GDSS? 3 കോമ്പണൻസ് ആണ് GDSSനുള്ളത്. ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെയാണ്. ഇവിടെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതിൽ ഇവിടെ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാവും. മറ്റേ DSSൽ ഒരാളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരുപാട് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഉണ്ടായിരിക്കും. അതാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൽ മറ്റേ DSSൽ ഉണ്ടായിരുന്ന പോലെ ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ് ഇവിടെയുണ്ട്. പിന്നെ ഗ്രൂപ്പ് വെയർ ഉണ്ട് ഇവിടെ. മറ്റടുത്ത് സോഫ്റ്റ്വെയർ ആയിരുന്നു, ഇവിടെ ഗ്രൂപ്പ് വെയർ ആണ്. അപ്പം എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻ കോമ്പണൻറ്റ് ഓഫ് GDSS ഈസ് ഡിസിഷൻ മേക്കേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റ് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. കാരണം അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇൻ എ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഡിസിഷൻസ് ആർ മെയ്ഡ് കളക്റ്റീവ്ലി. അവരൊന്നിച്ചാണ് ഡിസിഷൻ എടുക്കുന്നത്. ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടി ചേർന്ന് കളക്റ്റീവായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഈച്ച് മെമ്പർ കോൺട്രിബ്യൂട്ട് ഹിസ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ അറൈവിങ് ഡിസിഷൻസ്. ഓരോരോ മെമ്പേഴ്സും അവരുടെ നോളേജും എക്സ്പീരിയൻസും ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Thus, the idea of all members are considered and evaluated for making decisions that ultimately bring strong and wise decisions. അതുകൊണ്ട് എന്താണ്, എല്ലാവരുടെ ഐഡിയാസും അതിലുള്ള ഐഡിയാസ് ഓഫ് ഓൾ മെമ്പേഴ്സ് ആർ കൺസിഡർ. എല്ലാവരുടെ ഐഡിയാസും ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നല്ല ഡിസിഷൻ ആയിരിക്കും അവർ എടുത്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും, അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ഒപ്പീനിയൻ കിട്ടും, ഒരുപാട് വെറൈറ്റി ഒപ്പീനിയൻ കിട്ടും. അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒപ്പീനിയൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. സംടൈംസ് a decision cannot be made in a single settings. They have to meet several times and this bring enough time to the decision makers to think on the problem and contribute best suggestions. ചില സമയത്ത് എന്തായിരിക്കും, പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ അവർ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷനും എല്ലാം ഇതിലേക്ക് വന്നു ചേരുമ്പം അതൊരു നല്ലൊരു ഡിസിഷനായിട്ട് മാറുന്നു. അതാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഫസ്റ്റ് കോമ്പണൻറ്റ് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ദെൻ രണ്ടാമത് വരുന്നത്, ഫസ്റ്റ് കോമ്പണൻറ്റ് ഡിസിഷൻ മേക്കേഴ്സ് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ കോമ്പണൻറ്റ് പറയുന്നത് ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ്. നമ്മൾ ഗ്രൂപ്പ് ഡിസിഷൻ DSSൻ്റെ മുന്നേ പറഞ്ഞു. വെറും DSSൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡാറ്റാബേസ്, എന്താണ് മോഡൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയാം. ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ GDSS ഓൾസോ വി യൂസ് ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ് ടു എക്സാക്ട് ദി ഡാറ്റ ആൻഡ് ടു അനലൈസ് പ്രോബ്ലംസ്. GDSSലും നമ്മൾ ഡാറ്റാബേസും മോഡൽ ബേസും ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ഡാറ്റ എക്സാക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ് ഉപയോഗിക്കുന്നത്. സംടൈം ഡിസിഷൻ മേക്കേഴ്സ് ആർ സ്കാറ്റേർഡ് ഓവർ എ wide geographical area. In such cases, database need to be set facilitate easy access data to all the decision makers. ചില സമയത്ത് ഈ ഡിസിഷൻ മേക്കേഴ്സ് എല്ലാം പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ പല ഓഫീസിൽ, പല ജിയോഗ്രഫിക്കലി പല സ്ഥലത്തായിരിക്കാം. ചിലവർ വേറെ കൺട്രിയിലായിരിക്കാം, ചിലപ്പോൾ വേറെ സ്റ്റേറ്റുകളിലായിരിക്കാം. അപ്പോൾ ഒരു മെയിൻ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. മോഡൽ ബേസ് ഉപയോഗിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള മോഡലുകൾ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ലാംഗ്വേജസ് അല്ലെങ്കിൽ സ്റ്റാറ്റിറ്റിക്സ്, അതിനൊക്കെയാണ് മോഡൽ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ മോഡൽ ബേസ് കഴിഞ്ഞ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്നും കൂടി കാണുക.
അപ്പം ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് അല്ലേ. അപ്പം ഒരു സെൻട്രലൈസ് ആയി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആയിട്ടാണ് പല എംപ്ലോയീസ് എങ്കിലും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ് ഒരു കോമ്പണൻ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തത് വരുന്നത് ഗ്രൂപ്പ് വെയർ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് വെയർ. അതായത് ഗ്രൂപ്പായിട്ട് ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പാണ്, മറ്റവിടുത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിംഗിളായിട്ട് ഓരോരുത്തർ എടുക്കുന്ന ഡിസിഷന് അവിടെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഗ്രൂപ്പ് വെയർ ആണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് വെയർ. സച്ച് software may include all facilities to generate and communicate information from one place to another. ആ സോഫ്റ്റ്വെയറിൽ എന്തായിരിക്കും, സച്ച് സോഫ്റ്റ്വെയർ മേ ഇൻക്ലൂഡ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഓൾ ഫെസിലിറ്റീസ് ടു ജനറേറ്റ്, എല്ലാ ഫെസിലിറ്റീസും എന്തിനു വേണ്ടിയിട്ട്, ടു ജനറേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. കമ്മ്യൂണിക്കേഷൻ ജനറേറ്റ് ചെയ്യാനും അത് ഓരോരോ സ്ഥലത്ത് ഇൻഫോം ചെയ്യാനും അതായത് ഇപ്പോൾ ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ഓരോരുത്തരുടെ അടുത്ത് അത് എന്തൊക്കെ ഡിസിഷൻ ഉള്ളതെന്ന് ആ ഡിസിഷൻസ് എല്ലാം എത്തിക്കാനും എല്ലാം ഈ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. കാരണം എന്തൊക്കെ ഡിസിഷൻ എടുത്തിരിക്കുന്നതെന്ന് എല്ലാ എക്സിക്യൂട്ടീവ്സിനെ അറിയിക്കുക, അതിപ്പോൾ അതിൻ്റെ ആൾക്കാർ, അതായത് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ജിയോഗ്രഫിക്കൽ എവിടെ കിടക്കുകയാണെങ്കിലും ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ പോലും അവർക്ക് അറിയിക്കാനൊക്കെ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഗ്രൂപ്പ് വെയർ ആ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ആ കണ്ടന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അതിൽ പറയുന്നുണ്ട് 1988 ലോട്ടസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡെവലപ്ഡ് എ ഗ്രൂപ്പ് വെയർ known as nodes. This software include number of features such as electronic mail, then fax, voice message, internet accessing, video conferencing. അതിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ, ഫാക്സ്, വോയിസ് മെസ്സേജ്, ഇൻ്റർനെറ്റ് ആക്സസ്, കോൺഫറൻസ് എക്സെട്ര ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. These tools were originally developed for meeting in which all participants in the same room. ദീസ് ടൂൾസ് ആദ്യം അതൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഒരു റൂമിൽ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു. ആദ്യകാലത്തിലെല്ലാം അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ നെറ്റ്വർക്ക്ഡ് മീറ്റിംഗ് ഇൻ വിച്ച് പാർട്ടിസിപ്പൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. പിന്നെ എന്താണ്, അത് നെറ്റ്വർക്ക് മീറ്റിംഗ് ആയിട്ടും ഉപയോഗിച്ച് തുടങ്ങി. അതായത് ജിയോഗ്രഫിക്കലി പല സ്ഥലത്താണെങ്കിൽ പോലും അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കില്ല ഇപ്പം എല്ലാവരും ഈ എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ കോൺഫറൻസ് എല്ലാം വഴിയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഓരോരോ സ്ഥലത്ത് ഉള്ള നെറ്റ്വർക്കിലുള്ള ആൾക്കാരും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് അത് മീറ്റിങ്ങിലൂടെ പല ഡിസിഷൻസും എടുക്കാനും ഒക്കെ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മളെ അതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്നതാണ് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കേഴ്സ്, സെക്കൻഡ് വൺ ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ്, ദെൻ ഗ്രൂപ്പ് വെയർ. 3 കോമ്പണൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളടത്ത് നോക്കാം. എന്തൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉള്ളത്. ടെക്നിക്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് അത് ഇവിടെ പറയുന്നത്. എ ഗ്രൂപ്പ് മേ അഡോപ്റ്റ് സെവറൽ ടെക്നിക്സ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ്. ഇറ്റ് മേ റേഞ്ച് ഫ്രം ഓർഡിനറി ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ടു ഇംപ്രൂവ്ഡ് മോഡേൺ ടെക്നിക്സ്. സം ഓഫ് ദി ടെക്നിക്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. കുറച്ച് ടെക്നിക്സ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ പല സബ്ജക്റ്റുകളിലും പഠിച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് ടെക്നിക്കുകളൊക്കെ. ഫസ്റ്റ് വണ്ണാണ് ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ കേട്ടാൽ മനസ്സിലാവും. ബ്രെയിനിന് നല്ല പണി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ ബ്രെയിന് നല്ല ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഒരു ടെക്നിക്കായിരിക്കും. നമുക്ക് പേര് കാണുമ്പോൾ മനസ്സിലാവും. ബ്രെയിൻ സ്റ്റോം ചെയ്യാം അല്ലേ. അപ്പോൾ എന്താ നോക്കാം.
Brainstorming is a wide used technique to stimulate idea generation in decision making. ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ടെക്നിക്. പോപ്പുലർലി എല്ലാ ഡിസിഷൻ മേക്കേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് ടു സ്റ്റിമുലേറ്റ് ഐഡിയ ജനറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരുപാട് ഐഡിയാസ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പല എക്സിക്യൂട്ടീവ്സിൽ നിന്നും പല ടൈപ്പ് ഐഡിയാസ് നമുക്ക് എന്ത് വരും, നമുക്ക് വന്നു ചേരും. അപ്പോൾ അതിലൂടെ നമുക്ക് പല ഡിസിഷൻസ് എടുക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഐഡിയ ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെയിൻലി ഉപയോഗിക്കുന്നത്. It can be defined as conference technique by which group attempt to find solution for specific problem by gathering all the ideas spontaneously contributed by its members. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോൺഫറൻസ് ടെക്നിക്സ്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഒരു കോൺഫറൻസ് ടെക്നിക്കാണ് ബൈ വിച്ച് എ ഗ്രൂപ്പ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഒരു ഗ്രൂപ്പാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടെത്തുന്നത് അല്ലേ, ഒരു പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഫോർ എ സ്പെസിഫിക് പ്രോബ്ലം, ഒരു പ്രത്യേക പ്രോബ്ലത്തിനാണ്. ബൈ ഗാദറിങ് ഓൾ ദി ഐഡിയാസ് സ്പോണ്ടേനിയസ്ലി. അപ്പം എങ്ങനെയാണ് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുന്നത്? എല്ലാവരുടെ ഐഡിയാസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, സ്പോണ്ടേനിയസ്ലി കമ്പൈൻ ചെയ്ത് അത് അതിൽ ഓരോരോ മെമ്പേഴ്സും അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് അലോ ബ്രെയിൻ ടു സ്റ്റോം ദി പ്രോബ്ലം. ചുരുക്കി പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയാം? ഇറ്റ് അലോ ബ്രെയിൻ ടു സ്റ്റോം ദി പ്രോബ്ലം. അപ്പോൾ ബ്രെയിനിന് ഒരു അവസരം കൊടുക്കുക നമ്മൾ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെ ബ്രെയിനും ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഓരോരോ മെമ്പേഴ്സും ഓരോരോ ഐഡിയ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, നല്ലതായിട്ട് ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ എക്സിക്യൂട്ടീവ് ഓരോരോ ഐഡിയ കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഐഡിയ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇൻ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു കണക്റ്റഡ് with the problems directly or closely meets together. In brainstorming session, a group consisting of participants who connected with the problem. ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവും അല്ലേ, ഒരു ഗ്രൂപ്പ് ആയിരിക്കും ബ്രെയിൻ സ്റ്റോമിംഗ് ഇതിൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ്, അതിലുള്ള പാർട്ടിസിപ്പൻസ് ഹു കണക്റ്റഡ് വിത്ത് ദി പ്രോബ്ലം ഡയറക്ട്ലി ഓർ ക്ലോസ്ലി മീറ്റ് ടുഗദർ. അവരെല്ലാം ഗ്രൂപ്പ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രോബ്ലം അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അവിടെ ക്ലോസ്ലി മീറ്റ് ചെയ്യുന്നത്. ദി പ്രോബ്ലം ഈസ് ഗിവൺ ടു ദിസ് ഗ്രൂപ്പ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ. ഇപ്പോൾ പറഞ്ഞ തന്നെ, അതായത് ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടാവും, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ഫുൾ ഫ്രീഡം ടു എക്സ്പ്രസ് ഹിസ് ഐഡിയ ടു സോൾവ് ദി പ്രോബ്ലം. ഓരോരോ മെമ്പേഴ്സിനും അവിടെ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അവരുടേതായ ഐഡിയാസ് അവർക്ക് ചിന്തിച്ചിട്ട് പറയാൻ സാധിക്കും. Members are allowed to contribute their ideas freely without considering its merits or any constraints. അപ്പോൾ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, അവർ ഗ്രൂപ്പായിട്ട് പല ഗ്രൂപ്പാക്കി തിരിച്ച് കാണും. അപ്പോൾ അവിടെ ഓരോരോ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെറിറ്റ് ഒന്നും നോക്കാതെ, അതായത് അത് തെറ്റാണോ അതുപോലെ ശരിയാണോ എന്നൊന്നും നോക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, അവരുടേതായ ഒരു ഐഡിയ ആ ഗ്രൂപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും. അവിടെ വേറെ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവരവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചിന്തിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ക്രിറ്റിസിസം ഓൺ ദി ideas expressed by others are also strictly prohibited. അതായത് മറ്റുള്ളവരുടെ ഐഡിയ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇവിടെ പ്രോഹിബിറ്റഡ് ആണ് അല്ലേ. മറ്റുള്ളവരുടെ ഐഡിയ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഗ്രൂപ്പിൽ ഇടാം, അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ മറ്റുള്ളവരുടെ ഐഡിയ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ അവർ ഇത് നിർത്തും. ആസ് എ റിസൾട്ട് ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസ് വിൽ ബി ജനറേറ്റഡ്. അപ്പം മറ്റുള്ളവരുടെ ഐഡിയ ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നില്ല. അപ്പം എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം കിട്ടും. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ദീസ് ഐഡിയാസ് മൈറ്റ് ബി മച്ച് യൂസ്ഫുൾ ഈവൻ സോൾവിങ് ഗ്രേവ് പ്രോബ്ലംസ്. ഈ ഐഡിയാസ് എല്ലാം നമുക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പോൾ അതാണ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് എല്ലാ മെമ്പേഴ്സിനും ചിന്തിക്കാൻ അവസരം കൊടുക്കുക, ചിന്തിച്ചിട്ട് അവർക്ക് ഫ്രീ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കാൻ അവസരം കൊടുത്തിട്ട് അവരുടേതായ സൊല്യൂഷൻസ് ആ ഗ്രൂപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരവസരം കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ അവസരം, ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കാൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ അവസരം കൊടുക്കുന്ന ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ് ഈസ് എ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് വിച്ച് റെസ്ട്രിക്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ among മെമ്പേഴ്സ് ഡ്യൂറിങ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്. അതായത് നല്ലൊരു ഫോർമൽ മീറ്റിംഗ്, സ്ട്രക്ചർ ഉള്ളൊരു മീറ്റിംഗ് ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള എക്സിക്യൂട്ടീവ്, അതുപോലെ ബോർഡ് CEO, അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഫിക്സ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും. ഓരോരോ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം ഉണ്ടായിരിക്കും. സ്ട്രക്ചേർഡ് മീറ്റിംഗ് വിച്ച് റെസ്ട്രിക്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് മെമ്പേഴ്സ് ഡ്യൂറിങ് ഡിസിഷൻ മേക്കിംഗ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിസ്കഷൻ, മറ്റുള്ള മെമ്പേഴ്സായിട്ടുള്ള ഡിസ്കഷൻ എല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് മെമ്പേഴ്സ് ഡ്യൂറിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. പക്ഷെ മറ്റുള്ളവരായിട്ട് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്സ് ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഡൗൺ ദെയർ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ്ലി. ഇവിടെ പറയുന്നത് എന്താണ്, മെമ്പേഴ്സിന് സംസാരിക്കാതെ അവരുടെ ഒപ്പീനിയൻ ഒരു പേപ്പറിൽ എഴുതാനുള്ള അവസരമാണ് ഉള്ളത്. മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്സ് ആർ ആസ്ക്ഡ് ടു റൈറ്റ് ദെയർ ഓൺ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ്ലി ആഫ്റ്റർ കളക്ടിങ് ദി റിട്ടൺ ഐഡിയാസ് ഫ്രം ഓൾ ദി മെമ്പേഴ്സ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഫോർ ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിനുശേഷം എന്ത് ചെയ്യും, എല്ലാ പേപ്പറും കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷമാണ് ഇവിടെ ഓപ്പൺ ഡിസ്കഷൻ നടക്കുന്നത്. അല്ലാതെ ഓരോരോ ഐഡിയ വരുമ്പോൾ തന്നെ ഡിസ്കഷൻ നടക്കുന്നില്ല ബ്രെയിൻ സ്റ്റോമിങ്ങിനെ പോലെ. ഇവിടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് ഓരോരോ ഐറ്റംസും നമ്മൾ വിശദമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റും ചെയ്യുന്നു. Then these ideas will be ranked and the final decision is arrived on the basis of the ranking. എന്നിട്ട് എല്ലാ ആ പേപ്പറിൽ എഴുതി എല്ലാ ഇതും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു ഒപ്പീനിയന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു, ദെൻ സെക്കൻഡ് റാങ്ക്, അങ്ങനെ റാങ്ക് കൊടുത്തിട്ട് റാങ്ക് വൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് നോമിനൽ എന്ന് പറയുന്നത്. നോമിനൽ മീൻസ് റാങ്കിങ് എന്നാണ് അർത്ഥം. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആ ഒരു റാങ്കിങ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേതാണ് ഡെൽഫി മെത്തേഡ്. ഇത് പോപ്പുലറായിട്ടുള്ള മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ഒരുപാട് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഡെൽഫി ടെക്നിക്സ്. അണ്ടർ ദിസ് ടെക്നിക്സ് ദർ വിൽ ബി എനി ഫോർമൽ മീറ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ്. അണ്ടർ ദിസ് ടെക്നിക്സ് there will not be any formal meeting of participants. അതായത് ഒരു ഫോർമൽ മീറ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. Instead participants of the decision making are asked to fill up a questionnaire and they send it ത്രൂ പോസ്റ്റ്. അതായത് ഇവിടെ ഫോർമലായിട്ട് മീറ്റിംഗ് ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ പാർട്ടിസിപ്പൻസിനോട് എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. ആ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവരോട് അത് ഫില്ല് ചെയ്തിട്ട് അവരോട് ഒരു പോസ്റ്റ് ചെയ്യാൻ പറയും. സോ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യനെയർ അവരുടെയിലേക്ക് എത്തുന്ന രീതിയിൽ ചെയ്യിക്കാൻ പറയും. ജനറലി എ ക്വസ്റ്റ്യനെയർ ഈസ് ഡിസൈൻഡ് ബൈ സ്മാൾ ഗ്രൂപ്പ് ആൻഡ് റെസ്പോൺസസ് ആർ കളക്റ്റഡ് ഫ്രം ലാർജർ ഗ്രൂപ്പ്. ഇവിടെ ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രൂപ്പായിരിക്കും, ഒരു മെയിനായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അപ്പോയിൻ്റ് ചെയ്ത ഗ്രൂപ്പായിരിക്കും. പക്ഷേ അവരുടെ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നത് വളരെ ലാർജ് മെമ്പേഴ്സിനായിരിക്കും. എല്ലാ മെമ്പേഴ്സ്, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനൊക്കെ ആയിരിക്കും അവരുടെ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നത്, നമ്മൾ സാധാരണ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ. These responses are then tabulated and tabulated on the basis of questionnaire is revised, which will be completed by still larger group. അതായത് അതിനുശേഷം എന്ത് ചെയ്യും, കളക്ട് ചെയ്തതിന് ശേഷം, ഈ റെസ്പോൺസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഇത് ടാബുലേറ്റ് ചെയ്യും. അതായത് ഓരോരോ ഒപ്പീനിയൻ, യെസ് എത്ര പേര് പറഞ്ഞു, നോ എത്ര പേര് പറഞ്ഞു, എത്ര പേര് അഗ്രി ചെയ്തു, എത്ര പേര് നോട്ട് അഗ്രി ചെയ്തു. അപ്പോൾ സർവേ എടുക്കില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ആ ലാർജ് ഗ്രൂപ്പിൻ്റെ അത് സർവേ എടുത്തിട്ട് അത് ടാബുലേറ്റ് ചെയ്തിട്ട് നോക്കും.
അതിനുശേഷം ദി റിസൾട്ട് ഓഫ് ദി ഒറിജിനൽ പോളിംഗ് ആർ ഫെഡ് ബാക്ക് ടു ദി റെസ്പോണ്ടൻറ്റ് ഗ്രൂപ്പ് ടു യൂസ് സബ്സിക്വൻറ്റ് റെസ്പോൺസസ്. അപ്പോൾ ഇവിടെ ദി റിസൾട്ട് ഓഫ് ദി ഒറിജിനൽ പോളിംഗ് ആർ ഫെഡ് ബാക്ക് ടു ദി റെസ്പോണ്ടൻറ്റ് ഗ്രൂപ്പ് ടു യൂസ് സബ്സിക്വൻറ്റ് റെസ്പോൺസസ്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനും കൊടുത്തിരിക്കുന്ന റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ പോളിങ്ങിൻ്റെ റിസൾട്ട് നോക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനും എത്ര പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്തു, എത്ര പേര് അത് റിജക്റ്റ് ചെയ്തു എന്നുള്ള എല്ലാ ഇതും കിട്ടും. അപ്പോൾ അവർക്ക് ഒരു സർവേ നടത്തുക. അതുപോലെ ആ ടെക്നിക്ക് തന്നെ ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരു ഒപ്പീനിയൻ അറിയണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനർ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിച്ചത് ഏതാണ്, എബോവ് 50% ഏത് ഒപ്പീനിയനാണ്, അത് നമുക്ക് എടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ എ സൊല്യൂഷൻ ഈസ് അറൈവ്ഡ്. അപ്പോൾ ഓരോരോ ഈ പ്രൊസീജിയർ സൊല്യൂഷൻ കിട്ടുന്ന വരെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് 3 ടെക്നിക്സ് പറയുന്നത്. ഡെൽഫി മെത്തേഡ്, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നു. അപ്പം അതിന് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് കോമ്പണൻസ് ഓഫ് GDSസും പറഞ്ഞു അല്ലേ. കോമ്പണൻസിൽ ഡിസിഷൻ മേക്കേഴ്സ്, ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ്, ഗ്രൂപ്പ് വെയർ പറഞ്ഞു. ദെൻ ടെക്നിക്സിൽ പറഞ്ഞു ബ്രെയിൻ സ്റ്റോമിംഗ്, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് ആൻഡ് ഡെൽഫി മെത്തേഡ്. ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GDSSൽ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. അതിൽ ബെനിഫിറ്റ്സും അതുപോലെ അതിൻ്റെ ലിമിറ്റേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.